കടലിലെ തിരമാലകൾക്ക് ചോരയുടെ മണമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1497 ഒരു ജൂലൈ മാസത്തിൽ ലിപ്സണിലെ ടഗാസ് നദിക്കരയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് അതൊരു വെറും യാത്രയായിരുന്നില്ല. പോർച്ചുഗലിലെ രാജാവായ മാനുവൽ ഒന്നാമന്റെ ആശീർവാദത്തോടെ 4 കപ്പലുകൾ അന്ന് നങ്കൂരമുയർത്തി. ആ കപ്പലുകളുടെ തലപ്പത്ത് 30കാരനായ വാസ്കോഡ ഗാമ എന്ന നാവികനുണ്ടായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറക്കാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. അന്ന് യൂറോപ്യന്മാർക്ക് ഇന്ത്യ എന്നത് അതിസമ്പന്നമായ എന്നാൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്വപ്നമായിരുന്നു. ഒരു തുള്ളി കുരുമുളകിന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന കാലം. ഇറച്ചി കേടുകൂടാതെ സൂക്ഷിക്കാനും ഭക്ഷണത്തിന് രുചി കൂട്ടാനും യൂറോപ്പിലെ കൊട്ടാരങ്ങൾക്ക് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ അത്യാവശ്യമായിരുന്നു. കരമാർഗമുള്ള വ്യാപാരമൊക്കെ ഒട്ടോമാൻ സാമ്രാജ്യം തടഞ്ഞതോടെ സമുദ്രത്തിലൂടെയുള്ള ഒരു വഴി കണ്ടെത്തുക എന്നത് പോർച്ചുഗലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി. അതൊരു വലിയ ചൂതാട്ടമായിരുന്നു. പരാജയപ്പെട്ടാൽ മരണം ഉറപ്പുള്ള ഒരു കളി. ലിസ്ബണിൽ നിന്ന് തിരിച്ച ഗാമയുടെ കപ്പലുകൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ താഴേക്ക് നീങ്ങി. അന്നത്തെ നാവികർക്ക് കടലെന്നാൽ പേടി സ്വപ്നമായിരുന്നു. കടൽ അവസാനിക്കുന്നിടത്ത് വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നും ഭീമാകാരമായ കടൽ സർപ്പങ്ങൾ കപ്പലുകളെ വിഴുങ്ങുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഗാമ ഒരു പ്രായോഗികവാദിയായിരുന്നു. അദ്ദേഹം തന്റെ കപ്പലുകളിൽ ആധുനികമായ ഒട്ടേറെ സജ്ജീകരണങ്ങൾ കരുതിയിരുന്നു. അന്നത്തെ മികച്ച മാപ്പുകളും കോമ്പസുകളും ആസ്ട്രോലാബ് എന്ന നക്ഷത്രങ്ങളെ നോക്കി ദിശ മനസ്സിലാക്കുന്ന ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. ആഫ്രിക്കൻ തീരത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നതിന് പകരം അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വലിയൊരു വില്ലു പോലെ വളഞ്ഞു സഞ്ചരിച്ചു. വോൾട്ട ഡോമാർ എന്നറിയപ്പെടുന്ന ഈ വിദ്യ കാറ്റിന്റെ ഗതി ഉപയോഗപ്പെടുത്തി വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിച്ചു. മാസങ്ങളോളം കര കാണാതെ സമുദ്രത്തിലെ ഉപ്പുകാറ്റും ഏകാന്തതയും അനുഭവിച്ച് അവർ മുന്നോട്ടു നീങ്ങി. ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടു. ശുദ്ധജലം തീർന്നു. സ്കർവി എന്ന മാരകമായ രോഗം മൂലം പല്ലുകൾ കൊഴിയുകയും വായിൽ നിന്ന് രക്തം വരികയും ചെയ്ത് പലരും മരണത്തിന് കീഴടങ്ങി. എങ്കിലും തന്റെ കപ്പലിന്റെ ഡക്കിൽ നിന്ന് ദൂരത്തേക്ക് നോക്കുമ്പോൾ ഗാമയുടെ മനസ്സിൽ ഭൂപടങ്ങൾ മാത്രമായിരുന്നു. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്ന് ആഫ്രിക്കൻ തീരത്തെത്തിയപ്പോൾ ഗാമയ്ക്ക് മനസ്സിലായി താൻ എത്തിയത് മറ്റൊരു ലോകത്താണെന്ന്. അവിടെ വെച്ചാണ് അഹമ്മദ് ഇബ്നു മാജിദ് എന്ന പ്രഗത്ഭനായ അറബ് നാവികനെ ഗാമ പരിചയപ്പെടുന്നത്. ലോകത്തിലെ 2 വ്യത്യസ്ത സംസ്കാരങ്ങൾ അവിടെ ഒന്നിച്ചു. മാജിദിന് കടൽ ഒരു പുസ്തകം പോലെ സുപരിചിതമായിരുന്നു. കടൽ വെള്ളത്തിന്റെ നിറം നോക്കിയും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സ്ഥാനമളന്നും എവിടെയാണ് കര എന്ന് അദ്ദേഹം ഗാമയ്ക്ക് പറഞ്ഞുകൊടുത്തു. മൺസൂൺ കാറ്റുകളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മാജിദ് പഠിപ്പിച്ചു കൊടുത്തതോടെ മാസങ്ങൾ എടുക്കേണ്ട യാത്ര ആഴ്ചകൾക്കുള്ളിലേക്ക് ചുരുങ്ങി. 1498 മെയ് 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന കടപ്പുറത്ത് ഗാമയുടെ കപ്പലുകൾ നങ്കൂരമിട്ടു. ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി ഒരു യൂറോപ്യൻ നാവികൻ കാലുകുത്തിയ നിമിഷം. അത് കേവലം ഒരു കണ്ടെത്തലല്ലായിരുന്നു, ഒരു സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു. സാധാരണക്കാരായ മലയാളി ഗ്രാമീണർ ആ ഭീമൻ കപ്പലുകളെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിനെ കാണാൻ ഗാമ അനുവാദം ചോദിച്ചു. വളരെ ആഡംബരത്തോടെയാണ് സാമൂതിരി ഗാമയെ സ്വീകരിച്ചത്. എന്നാൽ ഗാമ കൊണ്ടുവന്ന സമ്മാനങ്ങൾ കണ്ടപ്പോൾ സാമൂതിരിയുടെ മുഖം ചുളിഞ്ഞു. തുണികളും തൊപ്പികളും പഞ്ചസാരയും അടങ്ങിയ ആ സമ്മാനങ്ങൾ കണ്ട് സദസ്സിലുണ്ടായിരുന്നവർ ചിരിച്ചു. അറബ് വ്യാപാരികൾക്ക് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ തങ്ങളുടെ വ്യാപാര കുത്തക തകർക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഗാമയെ ഒരു കടൽ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചു. കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായതോടെ ഗാമയും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം വഷളായി. തന്റെ പദവിക്കേറ്റ അപമാനം ഗാമയുടെ ഉള്ളിൽ വലിയൊരു പകയുണ്ടാക്കി. തന്റെ കയ്യിലുള്ള സ്വർണത്തേക്കാൾ മൂല്യമുള്ളത് തന്റെ കപ്പലിലെ പീരങ്കികൾക്കാണെന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞു. സാമൂതിരിയുടെ ചരക്കുകൾക്ക് പകരമായി പോർച്ചുഗീസുകാർക്ക് സ്വർണമോ വെള്ളിയോ നൽകാൻ കഴിഞ്ഞില്ല. പകരം കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ഇവിടെ വിലയുമില്ല.
ഇതിനിടയിൽ ഗാമ ചില തദ്ദേശീയരെ തടവിലാക്കുകയും ചെയ്തു. തന്റെ ദൗത്യം പാതി വഴിയിൽ പരാജയപ്പെടുമെന്ന് ഗാമ ഭയന്നിരുന്നു. എങ്കിലും കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളുമായി അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തിരിച്ചു പോകുമ്പോൾ മൺസൂൺ കാറ്റുകളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതിനാൽ 3 മാസമെടുത്ത് അറബിക്കടൽ കടക്കേണ്ടി വന്നു. പോയവരിലെ പകുതിയോളം പേരും തിരിച്ചു വന്നില്ല. പക്ഷേ ലിസ്ബണിൽ ഗാമയ്ക്ക് ലഭിച്ചത് വലിയ സ്വീകരണമായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന കുരുമുളകിന് ആ യാത്രയുടെ മൊത്തം ചിലവിനേക്കാൾ 60 മടങ്ങ് വിലയുണ്ടായിരുന്നു. യൂറോപ്പിനെ അതൊരു കണ്ണു തുറപ്പിക്കലായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളെ ആശ്രയിക്കാതെ നേരിട്ട് ഇന്ത്യയിലെത്താമെന്ന തിരിച്ചറിവ് അവരെ ആവേശഭരിതരാക്കി. എന്നാൽ ഗാമയുടെ രണ്ടാമത്തെ വരവ് 1502 തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇത്തവണ അദ്ദേഹം വന്നത് വെറും കച്ചവടക്കാരനായിട്ടല്ല, മറിച്ച് സൈനിക ശക്തിയുമായാണ്. 20 കപ്പലുകളിലായി ആയിരക്കണക്കിന് പടയാളികളുമായാണ് അദ്ദേഹം എത്തിയത്. വഴിയിൽ കണ്ടുമുട്ടിയ മിറി എന്ന കപ്പൽ ഗാമ അഗ്നിക്കിരയാക്കി. 100 കണക്കിന് തീർത്ഥാടകർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. കരുണയില്ലാത്ത ഒരു പോരാളിയായി ഗാമ മാറി. കോഴിക്കോട് തുറമുഖത്തെത്തിയ അദ്ദേഹം നഗരത്തിന് നേരെ പീരങ്കി ആക്രമണം നടത്തി. സാമൂതിരിയുടെ ആധിപത്യം തകർക്കുകയും അറബ് വ്യാപാരികളെ തുരത്തുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ സംഘർഷങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഗാമയുടെ വരവ് മലയാളി സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അതുവരെ അറബ് വ്യാപാരികളും പ്രാദേശിക രാജാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന സൗഹൃദപരമായ വ്യാപാര ബന്ധം തകർന്നു. ആയുധബലത്തിലൂടെ വ്യാപാരം നിയന്ത്രിക്കുക എന്ന പുതിയ രീതി പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. ഇത് പ്രാദേശിക രാജാക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി. കൊച്ചി രാജാവിനെ തങ്ങളുടെ പക്ഷത്താക്കി സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗാമയ്ക്ക് കഴിഞ്ഞു. ഇതിന്റെ ഫലമായി കേരളത്തിലെ തീരപ്രദേശങ്ങൾ യുദ്ധക്കളമായി മാറി. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും കർഷകരും ഈ അധികാര വടംവലിയിൽ ഇല്ലാതായി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷി വർദ്ധിച്ചെങ്കിലും അതിന്റെ ലാഭം സാധാരണക്കാരിലേക്ക് എത്തിയില്ല. പകരം അത് കപ്പലുകൾ കയറി ലിസ്ബണിലേക്കും ലണ്ടനിലേക്കും പോയി. 1524 വാസ്കോഡ ഗാമ മൂന്നാമതും ഇന്ത്യയിലെത്തി. ഇത്തവണ പോർച്ചുഗീസ് വൈസ്രോയി എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. പോർച്ചുഗീസ് ഭരണകൂടത്തിലെ അഴിമതികൾ തുടച്ചു നീക്കാൻ ഗാമ ശ്രമിച്ചു. എന്നാൽ അധികകാലം അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിഞ്ഞില്ല. കൊച്ചിയിലെത്തിയ അദ്ദേഹം 1524 ഡിസംബർ 24 മലേറിയ ബാധിച്ച് മരണമടഞ്ഞു. ക്രിസ്തുമസ് തലേന്നായിരുന്നു ആ മരണം. അദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ആ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഗാമ മരിച്ചെങ്കിലും അദ്ദേഹം തുറന്നിട്ട ആ സമുദ്രപാത നൂറ്റാണ്ടുകളോളം സജീവമായി നിലനിന്നു. വാസ്കോഡ ഗാമയെ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നത് ഇന്നും ചർച്ചാ വിഷയമാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയൊരു ലോകം കണ്ടെത്തിയ വീരപുരുഷനാണ്. ആധുനിക ആഗോളവൽക്കരണത്തിന്റെ പിതാവായി അദ്ദേഹത്തെ കാണുന്നു. എന്നാൽ കിഴക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോളനി വൽക്കരണത്തിന്റെ കവാടം തുറന്ന ക്രൂരനായ ഒരു അധിനിവേശക്കാരനാണ്. ഗാമയ്ക്ക് പിന്നാലെ എത്തിയ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയെയും മറ്റു ഏഷ്യൻ രാജ്യങ്ങളെയും അടിമകളാക്കി മാറ്റി. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടതിന്റെ തുടക്കം ആ കാപ്പാട് കടപ്പുറത്തെ കാൽപ്പാടുകളിൽ നിന്നായിരുന്നു. ഗാമയുടെ യാത്ര വെറുമൊരു സാഹസിക യാത്രയല്ല. അത് ശാസ്ത്രത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മനുഷ്യക്രൂരതയുടെയും കഥയാണ്. ആധുനിക ഭൂപടങ്ങൾ രൂപപ്പെട്ടത് ഇത്തരം യാത്രകളിലൂടെയാണ്. ഇന്ന് നാം കാണുന്ന ആഗോള വ്യാപാരത്തിന്റെ വേരുകൾ കിടക്കുന്നത് 1498 ആ കടൽ യാത്രയിലാണ്. പിൽക്കാലത്ത് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്ന കശുവണ്ടിയും പപ്പായയും കൈതച്ചക്കയുമൊക്കെ നമ്മുടെ കൃഷിയുടെ ഭാഗമായി. പക്ഷേ അതിനേക്കാൾ വലിയ മുറിവുകൾ
അവർ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിരുന്നു. ഒരു മനുഷ്യന്റെ സ്വപ്നം എങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാസ്കോ ഡ ഗാമ. ചരിത്രം എപ്പോഴും വിജയികളുടേതാണെന്ന് പറയാറുണ്ട്. പക്ഷേ തോറ്റവരുടെ കണ്ണീരിനും ആ ചരിത്രത്തിൽ വലിയൊരു പങ്കുണ്ട്. ഇന്ന് കാപ്പാട് കടപ്പുറത്തെ ആ സ്മാരകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കടലിന്റെ ഇരമ്പലിൽ ആ പഴയ പീരങ്കി ഒച്ചകളും നാവികരുടെ ആർത്തനാദങ്ങളും ഇന്നും കേൾക്കുന്നില്ലേ എന്ന് നാം ചിന്തിച്ചു പോകും. ആ യാത്ര അവസാനിച്ചിട്ടില്ല. കാരണം ആ യാത്രയിലൂടെ തുടങ്ങിയ മാറ്റങ്ങളാണ് ഇന്നും നമ്മൾ ജീവിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത്. വഴി തെറ്റിപ്പോയ ഒരു യാത്രികനായിരുന്നില്ല ഗാമ. മറിച്ച് ലോകത്തിന്റെ വഴി മാറ്റിയ യാത്രികനായിരുന്നു അദ്ദേഹം. ആ മാറ്റം നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നത് കാലം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കണ്ണിൽ ഗാമ ആരാണ്? ഒരു പര്യവേഷകനോ അതോ ഒരു അധിനിവേശക്കാരനോ?